അപൂർവമായിട്ടൊന്നും ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇതേപോലൊരു വ്യക്തിനെ കണ്ടുകൊണ്ടിട്ടുണ്ടാവാം. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയും, ഞാൻ ദേ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതിൽ വിശ്വസിക്കുന്നത്. ഈ ഒരു കാരണം ഇല്ലായിരുന്നെങ്കിൽ ഞാനതിൽ വിശ്വസിക്കില്ലായിരുന്നു. അതേസമയം അദ്ദേഹം പറഞ്ഞ ആ കാരണം അത്ര വലിയ കാരണമൊന്നായിരിക്കില്ല ആ പറഞ്ഞ വിശ്വാസത്തിൽ വിശ്വസിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ആ പറഞ്ഞ കാരണത്തിന് ഒരു മറുകാരണം അല്ലെങ്കിൽ ഒരു മറുവാദം മൊത്തത്തിൽ ഡിസ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റീസണിങ് നിങ്ങൾക്ക് പുള്ളിക്കാരന് എതിരെ കൊടുക്കാൻ പറ്റും. ആൻഡ് റെയറായിട്ടായിരിക്കും അങ്ങനെ ഒരു മറുവാദം കിട്ടിക്കഴിയുമ്പോൾ ഈ എതിരെ പറഞ്ഞ ആൾ പറയുക, ശരിയാണല്ലോ നീ പറയുന്നത് കറക്റ്റ്, ഞാൻ എൻ്റെ വിശ്വാസം മാറ്റി. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആളുകൾ അത്ര പെട്ടെന്ന് ബിലീഫ് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഹൗ ഡു വി ആക്ച്വലി ചേഞ്ച് യുവർ ബിലീഫ്? ഞാൻ എൻ്റെ ലൈഫിൽ കുറേ ബിലീഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ടുണ്ടായ കുറേ ബിലീഫ് ഒന്നല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് ഞാൻ കുറേ കാര്യങ്ങളുടെ ഒരു പൊസിഷനല്ല ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. സോ വൈ ഡോണ്ട് പീപ്പിൾ ചേഞ്ച് ദർ ബിലീഫ്സ് ഈവൻ വെൻ ദേ ഗെറ്റ് ന്യൂ ഇൻഫർമേഷൻ? പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും ആളുകൾ പെട്ടെന്ന് അവരുടെ വിശ്വാസത്തിൽ നിന്ന് പെട്ടെന്ന് നീങ്ങുമൊന്നുമില്ല. അവരൊന്ന് കൺസിഡർ ചെയ്യും, ഇതാണോ അതാണോ. അവർ ചിലപ്പോൾ മൈൻഡിൽ തന്നെ അവരുടെ ബിലീഫ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷനെതിരെ വാദിക്കാനുള്ള ഓരോരോ വാദങ്ങൾ അവരുടെ മൈൻഡിൽ സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവർ ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് മനുഷ്യർ ബിലീഫ് ചേഞ്ച് ചെയ്യുന്നത് എന്നറിയുന്നതിന് മുന്നേ എങ്ങനെയാണ് മനുഷ്യർ ഒരു ബിലീഫിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് ഫസ്റ്റ് അറിയണം. എപ്പിസ്റ്റമോളജിയിൽ ബിലീഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് കുറേ കാറ്റഗറീസ് ഉണ്ട്. ഞാൻ എക്സാമ്പിളായിട്ട് കുറച്ച് ബിലീഫ്സ് പറയാം ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ബിലീഫ്, എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്, അതാണ് ഒന്നാമത്തെ ബിലീഫ്. രണ്ടാമത്തേത്, രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്ന സംഭവമാണ് ഒരു വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾസ് എല്ലാം കൂടി ചേർന്നാണ് വാട്ടർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വെള്ളം. ഒന്നാമത്തേത് അസിക്സിൻ്റെ ഷൂ ആണ്, ദാറ്റ് പിന്നെ യോണക്സിൻ്റെ ഷൂവിനേക്കാൾ നല്ലത് എന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറയാം, ഞാനത് വിശ്വസിക്കുന്നു. നാലാമത്തെ ബിലീഫ് എന്ന് പറയുന്നത് 2+2=4, 2+2=4. ഇതും ഞാൻ വിശ്വസിക്കുന്ന ഒരു ബിലീഫാണ്. ഈ നാല് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ബിലീഫാണ്. നാല് ബിലീഫും ഒറിജിനേറ്റ് ചെയ്ത വഴി അല്ലെങ്കിൽ വന്ന വഴി നാലും വ്യത്യസ്തമാണ്. ആ ഒരു വ്യത്യാസത്തിൽ 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞത്, എൻ്റെ മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പ് എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളത്. ആ ഒരു ബിലീഫിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് പെർസെപ്ഷനിലൂടെയാണ്. ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുന്നിൽ ലാപ്ടോപ്പ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത്, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നാണ് വാട്ടർ എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്, H2O. ഇത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, സ്കൂളിൽ പഠിച്ചൊരു കാര്യമാണ്. ഇതിനെ ഏതൊരു കാറ്റഗറി പെടുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിമോണി അല്ല, മെയിൻലി ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവമാണ്. ബട്ട് ഞാൻ എങ്ങനെയാണത് എൻ്റെ ഒരു ബിലീഫായതെന്നാണല്ലോ അവിടുത്തെ ചോദ്യം. മെയിൻലി ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു, അതൊരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സയൻറ്റിഫിക് ജേണലോ അല്ലെങ്കിൽ നമ്മളൊരു അതോറിറ്റേറ്റീവ് ഫിഗർ ആണല്ലോ വിചാരിക്കുന്നത്. അപ്പീൽ ടു എക്സ്പെർട്ടീസ്, അവർ എക്സ്പെർട്ട് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് ആ കാറ്റഗറി ടെസ്റ്റിമോണിയലായിട്ടേ വരുള്ളൂ, കാരണം ഞാനല്ലോ എക്സ്പീരിയൻസ് നടത്തിയത്. ഓക്കെ, സോ വാട്ട് എവർ ഇറ്റ് ഈസ് എ ടെസ്റ്റിമോണിയൽ ബിലീഫ് എന്ന് വെക്കാം. മേ ബി തെറ്റായിരിക്കും. മൂന്നാമത്തെ എന്തായാലും പൂർണ്ണമായിട്ടും ടെസ്റ്റിമോണിയലാണ്. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ അനക്ഡോട്ടാണ് ആ 6 ഷൂ യോണക്സിനൊക്കെ ബെറ്റർ എന്നുള്ളത്. എൻ്റെ കൂട്ടുകാരൻ ബാഡ്മിൻ്റൺ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് ഞാൻ അവനെ വിശ്വസിക്കുന്നു. അവന് ഷൂസിനെ പറ്റി നന്നായിട്ട് അറിയാം എന്നും വേറൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട്, ഒരു പ്രയർ ബിലീഫ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ അവൻ പറഞ്ഞത് വിശ്വസിക്കുന്നു. നാലാമത്തെ 2+2=4 എന്നുള്ളത് പറഞ്ഞ 4 ബിലീഫിലും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഇതായിരിക്കും. ഫസ്റ്റ് പറഞ്ഞ എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ മുന്നിലിരിക്കുന്ന കേസ്, മേ ബി ഞാൻ സ്വപ്നം കാണുന്നതായിരിക്കാം, മേ ബി ഞാൻ സ്കിസോഫ്രീനിക് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ ലാപ്ടോപ്പിൻ്റെ മുന്നിലിരിക്കുന്നത് ഞാൻ ഡ്രീം ചെയ്യുന്നതായിരിക്കാം. പെർസെപ്ഷൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. സോ നമ്മൾ പല വിയറായിട്ടുള്ള സംഭവം നമ്മൾ ഡ്രീം ചെയ്തു, നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. സ്വപ്നത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വപ്നത്തിൽ കണ്ട വിഷ്വൽസൊക്കെ റിയൽ അല്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ സ്വപ്നം കാണുന്ന നേരത്ത് അത് ശരിക്കും നടക്കുന്ന പോലെയാണ്. സോ പെർസെപ്ഷന് നമ്മളെ അങ്ങനെ ഡിസീവ് ചെയ്യാൻ പറ്റും. ബട്ട് ഫോർത്ത് ഐറ്റം 2+2=4 എന്ന് പറയുന്നത് അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് എന്ന് തന്നെ പറയേണ്ടി വരും. മെയിൻലി ആ ഒരു ബിലീഫിൻ്റെ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ, ഞാൻ എക്സ്റ്റേണൽ വേൾഡിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ബിലീഫിലേക്ക് എത്തിച്ചേരാൻ. ഞാൻ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചാൽ പോലും 2+2=4 ആയിരിക്കും. 2+2=4 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ലാബ് എക്യുപ്മെൻറ്റ്സോ ഓരോ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓരോ അളന്ന് മുറിച്ചൊക്കെ നോക്കിയോ അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തിയോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ബിലീഫിന് എന്ത് പറയുന്നത് പറഞ്ഞാൽ അപ്രയോറായി ബിലീഫ് അല്ലെങ്കിൽ അപ്രയോറായി റീസണിങ്. ഈ സംഭവത്തിലേക്ക് ഞാൻ പിന്നെ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എപ്പിസ്റ്റമോളജി തന്നെ നോക്കാം. ഓക്കെ, സോ പെർസെപ്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, പെർസെപ്ഷനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഉണ്ട് എന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ബിലീഫാണ്. ബിക്കോസ് ഐ സീ ഇറ്റ്, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ മുന്നിൽ ലാപ്ടോപ്പ് ഉണ്ടെന്നുള്ളത്. മാത്രമല്ല എൻ്റെ അടുത്തിരിക്കുന്ന ഗ്ലാസ് ഞാനത് ടച്ച് ചെയ്തിട്ട് പറയുകയാണ് അത് തണുത്തിരിക്കുന്നതാണ്, തണുത്ത വെള്ളമാണ് ഗ്ലാസ്സിലുള്ളതെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റി. ദിസ് ഈസ് ഓൾസോ എ ബിലീഫ് ഐ കെയിം ത്രൂ പെർസെപ്ഷൻ. ഞാൻ പെർസീവ് ചെയ്തുകൊണ്ടാണ്, ടച്ച് ചെയ്ത് കിട്ടുന്നൊരു പെർസെപ്ഷൻ, കണ്ട് കിട്ടുന്ന പെർസെപ്ഷൻ, വിഷ്വൽ ടാക്ച്വലിയോ അങ്ങനെ എന്തായാലും ആയിരിക്കും. അതേപോലെ തന്നെ ഞാനിപ്പോൾ കിച്ചണിൽ ചിക്കനാണെന്നുള്ളത് എനിക്ക് മണത്ത് അറിയാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ഗന്ധം എനിക്ക് മൂക്കിൽ കിട്ടുന്നുണ്ട്. ഇതും പെർസെപ്ഷനാണ്, ഞാൻ പെർസീവ് ചെയ്താണ്. പക്ഷേ ഈ പെർസെപ്ഷൻ്റെ ഓരോ കാറ്റഗറീസ് എടുത്ത് കഴിഞ്ഞാൽ കാണുന്നതായിരിക്കും ഏറ്റവും ടോപ്പ്. കേൾക്കുന്നതോ മണക്കുന്നതോ ടച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാണുമായിരിക്കും. അപ്പോൾ കാണുന്നത് നമുക്ക് ഫോക്കസ് ചെയ്യാം. ലാപ്ടോപ്പ് എൻ്റെ മുന്നിലുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തുണ്ട്, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എൻ്റെ മുന്നിലൊരു ലാപ്ടോപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ബിക്കോസ് ഐ സീ എ ലാപ്ടോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സോ വാട്ട് ഈസ് എ ജസ്റ്റിഫിക്കേഷൻ? സോ ഐ ആം ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ദാറ്റ് ദർ ഈസ് എ ലാപ്ടോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ബീയിങ് ജസ്റ്റിഫൈഡ്, നോട്ട് ദ വേർഡ്, ബീയിങ് ജസ്റ്റിഫൈഡ് എന്നാൽ എനിക്ക് ഈ ഒരു ബിലീഫ് ഹോൾഡ് ചെയ്യാൻ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ എപ്പിസ്റ്റമോളജി പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ പെർസെപ്ഷൻ. ഞാനിപ്പോൾ ലാപ്ടോപ്പ് മുന്നിലുണ്ട് എന്ന് പറഞ്ഞ സംഭവം, അത് എൻ്റെ മുന്നിലൊരു ലാപ്ടോപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും എൻ്റെ മുന്നിലൊരു ലാപ്ടോപ്പ് ഞാൻ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതും രണ്ടും ഡിഫറെൻറ്റ് ബിലീഫാണ്.
ഇതെനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഫസ്റ്റ്. ഇതെങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ബിലീഫ് ആകും എന്നതിന് വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ മുന്നിൽ വേണമെങ്കിൽ ലാപ്ടോപ്പ് ഇല്ലാതെ തന്നെ ഞാനൊരു ലാപ്ടോപ്പ് കാണുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്തെങ്കിലും ഒരു മനോരോഗം, ഒരു ബ്രെയിൻ ഡിസീസോ പിടിപെട്ട് ഇല്ലാത്ത വസ്തുക്കളിൻ്റെ തലച്ചോറുണ്ടാക്കി ഞാനത് കാണും. ഇല്ലാത്ത സംഭവങ്ങളെ കാണും. ഫോർ എക്സാമ്പിൾ, തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ് ലാപ്ടോപ്പിൻ്റെ തൊട്ടപ്പുറം ഉണ്ടെന്ന് ഞാൻ കാണുകയാണ്. അങ്ങനെ കാണുകയാണ്, ഞാൻ വിശ്വസിക്കും. ഞാൻ തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞിനെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. പക്ഷേ എൻ്റെ മനോരോഗം തന്നെ, എൻ്റെ ഈ ബ്രെയിൻ ഡിസീസിൻ്റെ ഈ തലച്ചോറിനെ ബാധിച്ച അസുഖത്തെക്കുറിച്ച് ഞാൻ അവെയർ ആണെങ്കിൽ ഈ ഡ്രാഗൺ കുഞ്ഞ് അവിടെ റിയാലിറ്റിയിൽ ശരിക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ ഇതാണ് രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞത്. ലാപ്ടോപ്പ് അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും ലാപ്ടോപ്പിനെ ഞാൻ കാണുന്നു എന്ന് വിശ്വസിക്കുന്നതും രണ്ടും രണ്ടാണ്. ബട്ട് നമ്മൾ നാച്ചുറലി ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുകയും കൂടിയില്ല. ഞാൻ അവെയറും കൂടിയല്ല. കാരണം ഞാൻ കാണുന്നു, ഞാനത് ഈ കാണുന്നു എന്ന് വിശ്വസിക്കുന്നതും അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും രണ്ടും രണ്ടായിട്ട് ഞാൻ ഇതൊരു തിരിച്ചു. സോ എൻ്റെ മുന്നിൽ ലാപ്ടോപ്പ് ഉണ്ട് എന്നുള്ളത് ഐ ജസ്റ്റിഫൈഡ്ലി ബിലീവ് ദം. I justifiedly believe there is a laptop in front. So not the word. I justifiedly believe there is a laptop in front. So justifiedly believe ചെയ്യുക എന്നതിനർത്ഥം ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്, അതിനൊപ്പം എനിക്ക് ജസ്റ്റിഫിക്കേഷൻ കൂടിയുണ്ട് എന്നാണ് അർത്ഥം. ഇതിന് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർഡിംഗ് ആണ് ഐ ആം ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ദർ ഇസ് എ ലാപ്ടോപ്പ് ഇൻ ഫ്രണ്ട്. സോ ഈ ടു ഡിഫറെൻറ്റ് നോഷൻസ് ക്ലാരിഫൈ ചെയ്ത് വയ്ക്കാൻ മൈൻഡിൽ, ബിക്കോസ് ദീസ് ആർ ടു ഡിഫറെൻറ്റ് ജസ്റ്റിഫിക്കേഷൻ നോഷൻ. ജസ്റ്റിഫൈഡ്ലി ബിലീവിങ് സംതിങ് ആൻഡ് being justified in believing something are two different things. Justifiedly believing something means I am believing that thing and also I have justification for it. Being justified in believing something means I have the justification to believe it, but I might not be believing that something. ഞാൻ ഈ പറഞ്ഞ സംതിങ് ഞാൻ ബിലീവ് ചെയ്തോ ചെയ്യാതെയോ ഇരിക്കാം, ബട്ട് ഐ ഹാവ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇറ്റ്. സോ ഇഫ് ഐ ജസ്റ്റിഫൈഡ്ലി ബിലീവ് സംതിങ്, ദെൻ ഐ ആം ബീയിങ് ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് സംതിങ്. അതായത് ഞാൻ ജസ്റ്റിഫൈഡ്ലി ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഐ ആം ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ദാറ്റ് തിങ്. ബട്ട് അതിൻ്റെ നേരെ വിപരീതം, നേരെ കൺവേഴ്സ് ഹോൾഡ് ചെയ്യുന്നില്ല. ഇത് മറ്റേ ഇഫ് കണ്ടീഷനല്ല, ഇഫ് ബി ദെൻ ക്യൂ എന്ന് പറയുന്ന പോലെ. ഇഫ് പി ദെൻ ക്യൂ എന്നുള്ളത് ഇഫ് ക്യൂ ദെൻ പി ആവില്ല. പി ട്രൂ ആണെങ്കിൽ ദെൻ ക്യൂ ട്രൂ ആയിരിക്കും, ബട്ട് ക്യൂ ട്രൂ ആണെങ്കിൽ പി ട്രൂ ആണെന്നില്ല. ആ കണ്ടീഷനിലെ ഒരു സംഭവം പോലെ ഐ ജസ്റ്റിഫൈഡ്ലി ബിലീവ് സംതിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡസ് ഇംപ്ലൈ ഐ ആം ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ദാറ്റ്. ബട്ട് ദ കൺവേഴ്സ്, ഇഫ് ഐ ആം ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് എക്സ്, ദെൻ ദാറ്റ് ഡസൻറ്റ് മീൻ ഐ ജസ്റ്റിഫൈഡ്ലി ബിലീവ് എക്സ്.